രാഹുൽ സദാശിവന്റെ ഒടിയനിൽ മോഹൻലാലിന്റെ അല്ല മമ്മൂട്ടിയുടെ കാമിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണം സോഷ്യൽ മീഡിയയിലെ സിനിമാ പ്രേമികൾ കഷ്ടപ്പെട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഊഹിച്ചെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വഴിയേ പറയാം. കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജിനെയും മഞ്ജു വാര്യരെയും പ്രധാന കഥാപാത്രങ്ങളാക്കി രാഹുൽ സദാശിവൻ തന്റെ പുതിയ ചിത്രം പ്രഖ്യാപിക്കുന്നത്. പേര് ഒടിയൻ. പിന്നെതാ ഈ സമയം വരെ സോഷ്യൽ മീഡിയയിലെ മലയാള സിനിമാ പേജുകളിലൊക്കെ ഒടിയൻ മാത്രമാണ് ഡിസ്കഷൻ. ഒരൊറ്റ പോസ്റ്റർ റിവീൽ കൊണ്ട് എങ്ങനെയാണ് ഒരു പടത്തിന് ഇത്രയും ഹൈപ്പ് വരുന്നതെന്ന് ആരായാലും ആലോചിച്ചു പോകും. പക്ഷെ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാകും, ഈ സിനിമയ്ക്ക് ഹൈപ്പ് വരുന്നത് ചുമ്മാതല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഫാൻ തിയറികൾ മുതൽ സിനിമയുടെ നെടും തൂണായ കാസ്റ്റ് ആൻഡ് ക്രൂ വരെ ഉണ്ട്. ഞാൻ ലിസ്റ്റ് ചെയ്തെടുത്ത കുറച്ച് റീസൺസ് ഉണ്ട്, അതിൽ നിന്ന് തുടങ്ങാം. റീസൺ നമ്പർ 1, ഇതൊരു രാഹുൽ സദാശിവൻ പടമാണ്. മലയാളികൾക്ക് ഹൊറർ സിനിമ ജോണറിൽ ഇതുവരെ കാണാത്ത ആഖ്യാനങ്ങൾ കാണിച്ചു തന്ന സംവിധായകനാണ് അദ്ദേഹം. വലിയ വിജയം നേടാതെ പോയ ആദ്യ ചിത്രമായ റെഡ് ട്രെയിൻ മുതൽ പിന്നീട് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ ഭൂതകാലം, ബ്രഹ്മയുഗം, DS വരെയുള്ള ചിത്രങ്ങളിലെല്ലാം രാഹുൽ സദാശിവൻ എന്ന സംവിധായകന് മാത്രം സ്വന്തമായ ഫിലിം മേക്കിങ്ങിന്റെ കയ്യൊപ്പ് നമ്മൾ കണ്ടു. ഒരു രാഹുൽ സദാശിവൻ സിനിമാനുഭവത്തിനായാണ് ഒടിയനിൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. റീസൺ നമ്പർ 2, പൃഥ്വിരാജും മഞ്ജു വാര്യരുമാണ് ഒടിയനിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മലയാളത്തിൽ വളരെ റെയറായി മാത്രം ഒന്നിച്ചിട്ടുള്ള കോംബോയാണിത്. പൃഥ്വിരാജ് നായകനായ പാവാട എന്ന ചിത്രത്തിൽ കാമിയോ റോളിലായിരുന്നു മഞ്ജു വാര്യർ എത്തിയത്. പൃഥ്വി സംവിധാനം ചെയ്ത ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ പ്രധാന വേഷമാണെങ്കിലും ഇരുവർക്കും കോമ്പിനേഷൻ സീനുകളില്ല. അതുകൊണ്ട് ഇവർ ഒന്നിച്ച് സ്ക്രീനിലെത്തുമ്പോഴുള്ള ഓൺ സ്ക്രീൻ ഇക്വേഷൻ എന്താകുമെന്നറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. മറ്റൊന്ന്, പൃഥ്വിരാജിന്റെ മഞ്ജു വാര്യരുടെയും കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആകാം ഒരുപക്ഷെ ഒടിയനിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം രാഹുൽ സദാശിവന്റെ മുൻ സിനിമകളിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അഭിനേതാക്കളുടെ എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഷെയ്ൻ നിഗം, രേവതി, മമ്മൂട്ടി, അർജുൻ അശോകൻ, പ്രണവ് മോഹൻലാൽ ഇവരുടെ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റീസൺ 3, ഒടിയന്റെ നിർമ്മാതാക്കളാണ്. ബോളിവുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസായ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ഒടിയന്റെ ഒരു നിർമ്മാണ പങ്കാളി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനൊപ്പം ചേർന്നാണ് ധർമ്മയുടെ മലയാളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. കഥയിലും അഭിനയത്തിലും കഥ പറച്ചിൽ രീതികളിലും മാത്രമല്ല, മൊത്തം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും പുതിയൊരു അധ്യായമായേക്കാം ഒടിയൻ. പണ്ട് പൃഥ്വിരാജ് പങ്കുവെച്ച സ്വപ്നം പോലെ മലയാളത്തിൽ സിനിമകൾ നിർമ്മിക്കാൻ മറ്റു ഭാഷകളിലെ വലിയ പ്രൊഡക്ഷൻ ബാനറുകൾ കേരളത്തിലേക്ക് എത്തുകയാണ്. മലയാള സിനിമ വളരണമെന്ന് ആഗ്രഹിച്ച ഉയരങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകളിലൊന്നായി ഒടിയൻ മാറിയേക്കാം. റീസൺ 4, ക്രിസ്റ്റോ സേവ്യർ ആണ്. രാഹുൽ സദാശിവന്റെ ബ്രഹ്മയുഗത്തിലും DS പ്രേക്ഷകരിൽ ഭയം നിറച്ചതും സിനിമാസ്വാദനത്തെ അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചതും ക്രിസ്റ്റോയുടെ സംഗീതമായിരുന്നു. പാട്ടുകൾ മാത്രമല്ല, പശ്ചാത്തല സംഗീതത്തിൽ ക്രിസ്റ്റോ സൃഷ്ടിക്കുന്ന മാജിക് വളരെ വലുതാണ്. പരിചിതവും തീർത്തും അപരിചിതവുമായ ശബ്ദങ്ങൾ കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന സംഗീതമാണ് അദ്ദേഹം ഒരുക്കുന്നത്. ഒടിയനിലും ആ മ്യൂസിക്കിന്റെ അടുത്ത പീക്ക് നമുക്ക് കേൾക്കാനായേക്കാം. റീസൺ 5, ഒടിയൻ എന്ന ടൈറ്റിൽ തന്നെയാണ്. 2018 ഇറങ്ങിയ മോഹൻലാൽ ചിത്രത്തിന്റെ അതേ പേരിലാണ് വെറും 8 വർഷങ്ങൾക്കിപ്പുറം പുതിയൊരു ചിത്രം എത്തുന്നത്. വലിയ ഹൈപ്പോടെ എത്തി, എന്നാൽ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ചിത്രമായിരുന്നു ഒടിയൻ. മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷനും VS ശ്രീകുമാർ മേനോന്റെ സംവിധാനവും എല്ലാം അന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. അതേസമയം ആ അറ്റംപ്റ്റിനും മോഹൻലാൽ കഥാപാത്രത്തിനായി നടത്തിയ കഠിനാധ്വാനത്തിനും കൈയടിച്ചവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു ഒടിയൻ വരുമ്പോൾ അത് വലിയ താരതമ്യങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് ഉറപ്പാണ്. പുതിയ ഒടിയനിലും മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്നതുകൊണ്ട് പഴയ ഒടിയനിലെ കഞ്ഞി എടുക്കട്ടെ എന്ന മഞ്ജു വാര്യരുടെ ഡയലോഗിനെ പൊടിതട്ടിയെടുക്കുന്ന കുറെ പേരെ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. പുതിയ ഒടിയനെ കാത്തിരിക്കുന്നത് പ്രശംസയാണോ വിമർശനമാണോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. റീസൺ 6, ഒടിയൻ എന്ന നാടോടി കഥകളിലെ എലമെന്റാണ്. നമ്മൾ മുത്തശ്ശി കഥകളിൽ കേട്ട ചാത്തനെ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടിയിലൂടെ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലും രാഹുൽ സദാശിവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേഷം മാറുന്ന മായാജാലം കാണിക്കുന്ന ഒടിയനെ എങ്ങനെയാകും രാഹുൽ അവതരിപ്പിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. അടുത്ത കാലത്തായി മലയാള സിനിമയിൽ 2 ഒടിയന്മാർ വന്നിരുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞ മോഹൻലാലിന്റെ മാണിക്കൻ ഒടിയനായിരുന്നു. രണ്ടാമത്തേത് ലോകയിലെ ദുൽഖർ അവതരിപ്പിച്ച ചാർലി എന്നുകൂടി വിളിക്കുന്ന ഒടിയൻ. ഇനി രാഹുൽ സദാശിവൻ ചിത്രത്തിൽ പൃഥ്വിരാജോ അതോ മഞ്ജു വാര്യരോ ആരാകും ഒടിവിദ്യകളുമായി അവതരിക്കുക എന്നറിയാൻ കാത്തിരിക്കുന്നവർ ഏറെയാണ്. റീസൺ 7, ഓഫ് കോഴ്സ് ഫാൻ തിയറികളാണ്, അല്ലെങ്കിൽ കുറച്ച് സിനിമാറ്റിക് യൂണിവേഴ്സുകളാണ്. ഒടിയൻ സിനിമയിൽ മോഹൻലാലിന്റെ ഒടിയൻ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നതാണ് ഒരു തിയറി, ഒരു ഒടിയൻ യൂണിവേഴ്സിന്റെ സാധ്യത. അടുത്ത യൂണിവേഴ്സ് രാഹുൽ സദാശിവൻ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അതായത് DS അവസാനം ഭൂതകാലത്തിലെ സൈജു കുറുപ്പിന്റെ ജോർജ് എന്ന കഥാപാത്രം വരുന്നുണ്ടല്ലോ. സമാനമായ രീതിയിൽ രാഹുൽ സദാശിവന്റെ മുൻ സിനിമകളിലെ ഏതെങ്കിലും കഥാപാത്രം ഒടിയനിൽ കയറി വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബ്രഹ്മയുഗത്തിലും DS പോറ്റി സർനെയും വരുന്ന കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത യൂണിവേഴ്സ് എന്നത് ഫോക്ലോർ ഹൊറർ യൂണിവേഴ്സ് ആണ്. അതായത് ബ്രഹ്മയുഗവും ഒടിയനും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത.
അതിന് ഇരു സിനിമയുടെയും ടൈറ്റിൽസിലെ സാമ്യമാണ് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബ്രഹ്മയുഗത്തിന്റെ ടാഗ് ലൈൻ ഇത് ഏജ് ഓഫ് മാഡ്നസ് ആയിരുന്നെങ്കിൽ ഒടിയന്റേത് ഏജ് ഓഫ് ഇല്യൂഷൻ ആണ്. ബ്രഹ്മയുഗത്തിലെ കാലഘട്ടത്തിന് ശേഷമോ മുൻപോ നടക്കുന്ന കഥയാകും ഇതിലെ ഒടിയന്റേതെന്നാണ് ഒരു വാദം. ബ്രഹ്മയുഗത്തിന്റെയും ഒടിയന്റെയും ടൈറ്റിൽ ഫോണ്ടുകളിലെ ഡിസൈനിലെ ചില സാമ്യങ്ങളാണ് മറ്റൊരു കാരണം. ചാത്തനും ഒടിയനും നാടോടി കഥകളുടെ ഭാഗമാണെന്നതാണ് മറ്റൊരു റീസൺ. ഇവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയോ ചാത്തനോ ഒടിയനിൽ കാമിയോയായി വരാനുള്ള സാധ്യത കൂടുതൽ ശക്തമാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒടിയൻ എന്ന ചിത്രത്തിന്റെ ഒരൊറ്റ അനൗൺസ്മെന്റിന് പിന്നാലെ സിനിമാ ഗ്രൂപ്പുകളിലെമ്പാടും നടന്ന ചർച്ചകളിലെ പ്രധാന പോയിന്റുകളായി ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കും എന്താണ് തോന്നുന്നതെന്ന് കമന്റിൽ പറയും.